ഡിയർ ഫ്രണ്ട്സ്, മികച്ച തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സസ്യപ്രജനന രീതിയാണല്ലോ ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും ലെയറിങ്ങും ഒക്കെ. ഈ തൈകൾ ആവശ്യമായ മാതൃവൃക്ഷത്തിൻ്റെ ചെറുശിഖരങ്ങൾ മുറിച്ച് മറ്റൊരു തൈയിൽ വളർത്തിയെടുക്കുന്ന രീതിയാണ് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ഒട്ടിക്കൽ എന്ന് പറയുന്നത്. ഈ ഒട്ടിക്കുന്ന ശിഖരത്തെ ഒട്ടുകമ്പ് എന്നും പറയുന്നു, അതായത് സയോൺ. വർഷം മുഴുവൻ പൂത്തു നിൽക്കുന്ന ഈ 5 ഇതൾ ചെമ്പരത്തിയാണ് ഞാൻ ഒട്ടുകമ്പായി, അതായത് സയോണായി എടുക്കുന്നത്. ഈ ഒട്ടുകമ്പ് ചെമ്പരത്തി വർഗത്തിൽപ്പെട്ട മറ്റൊരു തൈയിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്, അതായത് റൂട്ട് സ്റ്റോക്കിൽ അല്ലെങ്കിൽ മൂലകാണ്ഡത്തിൽ. അതുപോലെ ഒരു ചെടിയിൽ നിന്നെടുത്ത മുകുളം, അതായത് ബഡ്, അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിൽ ഒട്ടിക്കുന്ന രീതിക്ക് ബഡ്ഡിങ് അല്ലെങ്കിൽ മുകുളം ഒട്ടിക്കൽ എന്ന് പറയാം. ഇതാണ് മുകുളം എടുക്കുന്ന ചെടി, അതായത് വർഷം മുഴുവൻ പുഷ്പിക്കുന്ന എക്സോറോ വർഗത്തിൽപ്പെട്ട ചെടി. ഇതിൽ നിന്നാണ്, അതായത് ഈ സയനിൽ നിന്നാണ് ഒട്ടിക്കാനുള്ള ബഡ് എടുക്കേണ്ടത്. അങ്ങനെ ഗ്രാഫ്റ്റിങ്ങിനായി ചെമ്പരത്തിച്ചെടിയും ബഡ്ഡിങ്ങിനായി ഓറഞ്ച് തെറ്റിച്ചെടിയുമാണ് തിരഞ്ഞെടുത്തത്, അതായത് റൂട്ട് സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാണ്ഡം. ഇത് ബഡ്ഡിങ്ങിനായി തിരഞ്ഞെടുത്ത ഓറഞ്ച് നിറത്തിൽ പൂക്കളിരുന്ന നല്ല ആരോഗ്യമുള്ള തെറ്റിച്ചെടിയാണ്. ഇതിലൊരു സ്റ്റോക്കിലേക്ക് ബഡ് ചെയ്യാനുള്ള തളിരിലോടുകൂടിയ ഒരു ശിഖരം കണ്ടെത്തിയിട്ടുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്യാനും ബഡ് ചെയ്യാനുള്ള സയോണുകൾ, റൂട്ട് സ്റ്റോക്സ്, പുതിയ മൂർച്ചുള്ള ബ്ലേഡ്, കത്തി, പ്ലാസ്റ്റിക് ഷീറ്റ്സ്, സാനിറ്റൈസറെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടർ പ്രവർത്തനത്തിന് വേങ്ങാട് കൃഷിഭവൻ്റെ കൃഷി ഓഫീസർമാരോടും ഉദ്യോഗസ്ഥരോടും ക്ലാസ് കൈകാര്യം ചെയ്ത അഭിലാഷ് സാറിനോടും നന്ദി പറയട്ടെ. ഈ നവംബർ മാസം 21-ാം തീയതി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ കൃഷിഭവൻ വേങ്ങാട് ഒരുക്കിയ ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ് എന്നീ അസസ്യ പ്രജനന മാർഗങ്ങളെക്കുറിച്ച് കർഷകർക്ക് വേണ്ടി ഒരുക്കിയ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ അറിവുകൾ ഉപയോഗിച്ച് ഞാൻ പ്രായോഗിക തലത്തിൽ ആദ്യമായി ഒന്ന് ട്രൈ ചെയ്യുകയാണ്. എന്താണ് ഗ്രാഫ്റ്റിംഗ്? ഗ്രാഫ്റ്റിംഗ് രീതികൾ, ബഡ്ഡിംഗ് രീതികൾ. ഈ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട കമ്പ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കമ്പിൽ നിന്ന് ലീവ്സ് കട്ട് ചെയ്യേണ്ട രീതി, എന്താണ് സിയോണിൻ്റെ പ്രായം, തിക്നെസ്, അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്താണ് റൂട്ട് സ്റ്റോക്കോ അതിൻ്റെ പ്രത്യേകതകളും, അതുപോലെ തന്നെ ഗ്രാഫ്റ്റിംഗ് ടേപ്പിൻ്റെ ഉപയോഗവും അതിൻ്റെ ക്വാളിറ്റിയും, അത് ഉപയോഗിക്കേണ്ട രീതിയും, ഗ്രാഫ്റ്റിംഗ് ടേപ്പിന് പകരമായി ഉപയോഗിക്കേണ്ട ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ പ്രത്യേകതകൾ, അത് കട്ട് ചെയ്യുന്ന രീതി, ഇങ്ങനെയുള്ള അറിവുകളാണ് എൻ്റെ തുടർ പ്രവർത്തനത്തിൻ്റെ വഴികാട്ടി. ബഡ്ഡിംഗ് രീതിയുടെ ആദ്യപടി എന്നോണം ഈ ചുവന്ന നിറത്തിലുള്ള തെറ്റിപ്പൂവുള്ള ചെടിയിൽ നിന്ന്, അതായത് സയോണിൽ നിന്ന് മുകുളം ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ബ്ലേഡ് ഉപയോഗിച്ച് ലീവ്സ് നീക്കം ചെയ്ത് മുകുളത്തിൻ്റെ മുകളിലും താഴെയുമായി കട്ടിങ്സ് കൊടുത്ത് 1 ഇഞ്ച് നീളത്തിൽ ദീർഘചതുരാകൃതിയിൽ കട്ട് ചെയ്ത് മുകുളത്തോട് കൂടിയ ഭാഗം മെല്ലെ നീക്കം ചെയ്ത് വെക്കാം. ഇനി മുകുളം ചേർത്ത് വെക്കേണ്ട ചെടിയെ നോക്കാം. ഇതാണ് റൂട്ട് സ്റ്റോക്ക്, ഓറഞ്ച് നിറത്തിൽ പൂക്കൾ തരുന്ന തെറ്റിച്ചെടി. ഇതിനെയും മുകുളം ചേർത്ത് വെക്കാൻ പാകത്തിന് സ്റ്റോക്കിൽ നിന്ന് ഇലകൾ കട്ട് ചെയ്ത് മാറ്റാം. പിന്നീട്
മുകുളമുള്ള തണ്ടിൻ്റെ അതേ നീളത്തിലും വീതിയിലും സ്റ്റോക്കിൽ നിന്ന് തണ്ട് മുറിച്ചു മാറ്റാം. ഇതെല്ലാം ചെയ്യേണ്ടത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആയിരിക്കണം. അതായത് തണ്ടിൽ നിന്ന് ജലബാഷ്പം നഷ്ടപ്പെടാതെ ചെയ്യേണ്ടതാണ്. ഇത് മുകുളത്തിൻ്റെ ഒട്ടിക്കൽ പ്രവർത്തനമാണ് നടക്കുന്നത്. അതായത് മുകുളം ഈ തൈച്ചെടിയിൽ, അതായത് സ്റ്റോക്കിൽ ചേർത്ത് ഒട്ടിച്ചു വെച്ച് ഗ്രാഫ്റ്റിംഗ് ടേപ്പോ, ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നല്ലൊരു തിന്നായുള്ള വലിച്ചാൽ വലിയുന്ന ടൈപ്പിലുള്ള ഒരു പ്ലാസ്റ്റിക് സ്ട്രിപ്സാണ്. ഇതുപോലെ താഴെ നിന്ന് മുകളിലോട്ട് ചുറ്റിയെടുക്കുക. വെള്ളം കയറാത്ത രീതിയിൽ നല്ലതുപോലെ ടൈറ്റായി കൊടുക്കുക. ബഡ് ചെയ്ത തെറ്റിയുടെ സ്റ്റോക്കും ഗ്രാഫ്റ്റ് ചെയ്ത ചെമ്പരത്തിയുടെ സ്റ്റോക്കും പെട്ടെന്ന് മുള വരാനും ഹ്യൂമിഡിറ്റി നിലനിർത്താനും വെള്ളമൊഴിച്ച ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ നനവോടെ സ്റ്റോക്കിന് മുകളിൽ കമഴ്ത്തി വെച്ച് താഴെ ചാക്കുനൂല് കൊണ്ട് കെട്ടിക്കൊടുക്കാം. മാത്രമല്ല ഈ ചെടിയുടെ ചുവട്ടിലായി എപ്പോഴും നനച്ചുകൊണ്ടിരിക്കുകയും വേണം. അങ്ങനെ 15 ദിവസം കഴിഞ്ഞാൽ സ്റ്റോക്ക് വാടാതെ മുള വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ അറ്റംപ്റ്റ് വിജയിച്ചു എന്ന് കരുതാം. അല്ലെങ്കിൽ തുടരാം. നന്ദി, നമസ്കാരം.